Welcome to BTech MEDC. നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ EC AE CS ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോപ്രോസസർ ആൻഡ് മൈക്രോകൺട്രോളർ എന്ന പേപ്പറിലെ ഇന്ററപ്റ്റ്സ് ഇൻ 8051 എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 8051 എന്ന മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചറെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ററപ്റ്റ്സ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ററപ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇന്ററപ്റ്റ്സ് ആർ ദി ഇവൻറ്റ്സ് ദാറ്റ് ടെമ്പറലി സസ്പെൻഡ് ദി മെയിൻ പ്രോഗ്രാം. നമ്മളൊരു മെയിൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സബ് റൂട്ടീനിലോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു ഒബ്സ്റ്റക്കിൾ കൊടുക്കും. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ററപ്റ്റ്സ് ആർ ദി events that temporarily suspend the main program and passes the control to the external sources and execute their task. ആ ടാസ്ക് കഴിയുമ്പോൾ it can pass the control to the main program where it had left off. അങ്ങനെയാണെങ്കിൽ 8051 there are 5 types of interrupt signals. എന്താണ്? 5 sources of interrupt signals in 8051. ഏതാണ്? ഫസ്റ്റ് വൺ ആണ് ടൈമർ സീറോ overflow interrupt, which is represented by TF0. Timer zero overflow interrupt represented by the letter TF0. Then second one is external hardware interrupt represented by the letter INT0. Third one is timer 1 overflow interrupt, which is represented by TF1. Fourth one is external hardware interrupt INT1, and the last one is serial communication interrupt, which is represented by R1 or T1, R1/T1. അപ്പോൾ ഈ 5 ഇന്ററപ്റ്റ് സിഗ്നൽ സോഴ്സസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടൈമർ സീറോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്, നമ്മൾ ടൈമർ എന്ന് പറയുന്ന ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടൈമറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈമർ സീറോയും ടൈമർ വണ്ണും ആണെന്ന്. അപ്പോൾ ആ ടൈമർ സീറോയിലെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ആണ് ടൈമർ സീറോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ടൈമർ വണ്ണിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ആണ് ടൈമർ 1 ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. അപ്പം ടൈമർ ആൻഡ് സീരിയൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റേർണലി produced by the microcontroller. Timer and serial interrupts. Timer and serial interrupts എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? TF0, TF1, R1/T1. ഈ 3 ഇൻട്രപ്റ്റുകൾ എന്ന് പറയുന്നത് these are internally produced by the microcontroller. Internally produced by microcontroller. Whereas these external interrupts are produced by an additional interfacing devices or switches that are externally connected with the microcontroller. അപ്പോൾ external
ആയിട്ടുള്ള ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ്? INT0 ആൻഡ് INT1. ഇത് രണ്ടുമാണ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി എക്സ്റ്റേണലി കണക്റ്റഡ് ഡിവൈസസ് വിത്ത് ദി മൈക്രോ കൺട്രോളർ. Externally connected devices with microcontroller. അപ്പോൾ ഇത് 5 എണ്ണമാണ് നമ്മളുടെ 8051ന്റെ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻട്രപ്റ്റിനും ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഉണ്ട്. When interrupt occurs, then the microcontroller executes the interrupt service routine. Therefore, the memory location corresponds to the interrupt enables it. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റിനും അതിൻ്റേതായിട്ടുള്ള മെമ്മറി അഡ്രസ് ഉണ്ടാവും അല്ലേ? അപ്പം ഇൻട്രപ്റ്റ് നമ്പർ ദെൻ വിച്ച് ഇൻട്രപ്റ്റ് ഏതാണെന്നുള്ളത് ഇൻട്രപ്റ്റ്, ദെൻ അതിൻ്റെ അഡ്രസ്. ഈ അഡ്രസ് ഉള്ള ഇൻട്രപ്റ്റിനാണ്, സ്പെസിഫൈഡ് അഡ്രസ് ഉള്ള ഇൻട്രപ്റ്റാണ് നമ്മൾ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രപ്റ്റ് നമ്പർ 0 അതെന്ന് പറഞ്ഞാൽ എന്താണ്? INT0 ആണ് ഇൻട്രപ്റ്റ് നമ്പർ 0 എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 0003H ആണ്. ഹെക്സാഡെസിമലിൽ പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ H യൂസ് ചെയ്യുന്നത്. അടുത്ത ഇൻട്രപ്റ്റ് നമ്പർ 1 അതെന്ന് പറയുന്നത് എന്താണ്? TF0 ആണ്. അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 0000BH ആണ്. നെക്സ്റ്റ് ഇൻട്രപ്റ്റ് നമ്പർ 2 ആവുമ്പോൾ INT1 ആണ് ഇൻട്രപ്റ്റ്. അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0013H ആണ്. ദെൻ ഇൻട്രപ്റ്റ് നമ്പർ 3 എന്ന് പറയുന്നത് TF1 ആണ്. അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 001BH ആണ്. ദെൻ ഇൻട്രപ്റ്റ് നമ്പർ 4, that is the serial port interrupt, which is represented by R1 bar T1. അതെ, ഈ R1 bar T1ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0023H ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത്. ലോവസ്റ്റ് പ്രയോറിറ്റി എന്തിനാണുള്ളത്? INT0ക്ക്. ഇൻട്രപ്റ്റ് നമ്പർ 4ലാണ് മാക്സിമം പ്രയോറിറ്റി ഉള്ളത്, വിച്ച് ഇസ് സീരിയൽ പോർട്ട് R1 ഓർ T1. അപ്പോൾ നമ്മളുടെ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനകത്തൊരു റീസെറ്റ് ബട്ടൺ ഉണ്ടല്ലേ, അല്ലെങ്കിൽ റീസെറ്റ് പിൻ ഉണ്ട്. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ ഇൻട്രപ്റ്റ്സ് ഗെറ്റ്സ് ഡിസേബിൾഡ് ആൻഡ് therefore all the interrupts is enabled by external software. From all the 5 interrupts, if any one or all the interrupts are activated, this will set the corresponding interrupt flags as represented by the following, correspond to the structure of 8051 microcontroller. And all the interrupts can be set or cleared by some special function registers that is known as interrupt enabled register or IE register, and interrupt priority register called as IP register. These are the 2 special function registers corresponding to the interrupts of 8051. Then moving on to interrupt enabled register. എന്താണ് interrupt enabled register? interrupt enabled register അല്ലെങ്കിൽ IE register. എന്താണ് IE register? This IE register is used for enabling and disabling interrupts. It is used for enable or disable the interrupts. And this is a bit addressable register in which EA value must be set to 1 for enabling interrupts and EA value is set to 0 for disabling the interrupts. EA value
ഈ എ വാല്യൂ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണലി ആക്സസ് ചെയ്യുന്ന മെമ്മറിയിലാണ് നമ്മൾ ഈ എ ആക്സസ് പിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 8051 ഒരു ഈ എ ബാർ പിൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനേബിൾ ആവുന്ന പിന്നാണ് ഈ എ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എ പിന്നിൻ്റെ വാല്യൂ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? It represents enable the interrupt. അങ്ങനെയാണെങ്കിൽ ഈ എ വാല്യൂ 0 ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? That is disable all the interrupts. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ IE രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8-bit രജിസ്റ്റർ ആണ്. ഈ 8-bit രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ഒരു IE രജിസ്റ്റർ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റാണ് EX0. Then next bit is ET0. Next one is EX1. Next one is ET1. Next one is ES. അടുത്തത് രണ്ടും ഇല്ല. 2 ബിറ്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് EA. ഇതാണ് IE രജിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു 8-bit രജിസ്റ്റർ ആണ്. അപ്പോൾ നമുക്കിതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ EX0 എന്ന് പറയുന്നത് enable or disable external interrupt 0. external interrupt 0നെ enable ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ബിറ്റാണ് EX0 എന്ന് പറയുന്നത്. അതായത് INT0നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് EX0 ആയിട്ട്. ഇനി നെക്സ്റ്റ് എന്താ? ET0. ET0 എന്ന് പറയുന്നത് enable or disable timer 0 overflow interrupt. timer 0 overflow interrupt enable ചെയ്യോ ഡിസേബിൾ ചെയ്യോ ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ET0 എന്ന് പറയുന്ന ബിറ്റ്. ദെൻ EX1. EX0 എന്ന് പറയുന്നത് INT0നെ റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ EX1 എന്തിനെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും? enable or disable external interrupt 1, that is INT1. ഇതെന്ന് പറയുന്നത് എന്താണ്? TF0 ആണ് അല്ലേ? ഇതെന്ന് പറയുന്നത് INT1 ആണ്. ദെൻ വാട്ട് ഈസ് ET1? ET1 എന്ന് പറയുന്നത് എന്താ? ET0 എന്ന് പറയുന്നത് TF0 അല്ലെങ്കിൽ ടൈമർ 0 ഓവർഫ്ലോ ഇന്ററപ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ET1 റെപ്രസെന്റ്സ് enable or disable ടൈമർ 1 ഓവർഫ്ലോ ഇന്ററപ്റ്റ്, അതായത് TF1. അങ്ങനെയാണെങ്കിൽ ES എന്ന് പറയുന്നത് എന്തായിരിക്കും? ES എന്ന് പറയുന്നത് enable or disable serial port interrupt. സീരിയൽ പോർട്ട് ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യുകയാണോ ഡിസേബിൾ ചെയ്യുകയാണോ എന്ന് കാണിക്കുന്ന ബിറ്റാണ് എന്ത്? ES. അത് കഴിഞ്ഞിട്ടുള്ള 2 ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. പിന്നെ ഇതിനകത്ത് പറയുന്ന EA എന്ന് പറയുന്ന ബിറ്റ്. Then if EA bit is equal to 0, if EA bit equal to 0, then no interrupt will be acknowledged. If EA bit equal to 1, then the interrupt source is individually enabled or disabled by setting or clearing its enable bit. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ EA എന്ന് പറയുന്ന പിൻ എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്ററപ്റ്റും കാണുകയില്ല. EA1 ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5 ഇന്ററപ്റ്റ്സിൽ ഒന്നെങ്കിൽ എല്ലാ ഇന്ററപ്റ്റും അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ഇന്ററപ്റ്റ്സ് എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ നമുക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ. ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ ആണ് എന്ത് നമുക്ക് കാണിച്ചു തരുന്നത്? 8051 5 ഇൻട്രപ്റ്റിൻ്റെയും കറണ്ട് സ്റ്റാറ്റസ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കറണ്ട് സ്റ്റാറ്റസ് കാണിച്ചു തരുന്നതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ എ എന്ന് പറയുന്ന പിന്നിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഉള്ള 8051 എല്ലാ 5 ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. മൂവിങ് ഓൺ ടു interrupt priority register അല്ലെങ്കിൽ IP register. എന്താണ് IP register എന്ന് പറയുന്നത്? Using IP register, it is possible to change the priority levels of an interrupt by clearing or setting the individual bits in the interrupt priority register. അതായത് നമുക്ക് 5 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഈ 5 ഇൻട്രപ്റ്റ്സിൻ്റെയും പ്രയോറിറ്റീനെ നമുക്ക് എന്ത് മാറ്റാം? പ്രയോറിറ്റി ലെവൽസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്? ബൈ ക്ലിയറിംഗ് അല്ലെങ്കിൽ സെറ്റിംഗ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഓഫ് ദിസ് IP രജിസ്റ്റർ. അപ്പോൾ ഇതിനകത്തുള്ള IP രജിസ്റ്ററിനകത്ത് എന്തൊക്കെ ബിറ്റ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ രജിസ്റ്റർ പോലെ തന്നെ IP രജിസ്റ്ററും ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് PX0, നെക്സ്റ്റ് വൺ ഇസ് PT0, ദെൻ PX1, ദെൻ PT1, ദെൻ PS, ദെൻ PT2, ദെൻ 2 നമ്മൾ റിസർവ് ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന PX0 ആൻഡ് PX1 എന്ന് പറയുന്നത് X0 X1 കൊണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? INT0യും INT1ഉം ആണല്ലേ. അതായത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആയിട്ടുള്ള INT0യുടെയും INT1ൻ്റെയും പ്രയോറിറ്റിയാണ് PX0യും PX1. അതേപോലെ തന്നെ PT0യും PT1 എന്താണ്? TF0യുടെയും TF1ൻ്റെയും പ്രയോറിറ്റി പറയുന്ന പിൻസ് ആണ്. അതായത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്സ് ആണ്. ഇത് ടൈമർ 0യുടെയും ടൈമർ 1ൻ്റെയും ഓവർഫ്ലോ ഇൻട്രപ്റ്റുകളാണ് എന്ത്? TF0യും TF1ഉം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോറിറ്റി പറയുന്നതാണ് PT0യും PT1. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയായിട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്, ഒന്നെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിംഗ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഇൻ ദി ഇൻട്രപ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇവിടെ PX1 എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ചെയ്യാം? ബൈ ഗിവിങ് ക്ലിയർ ഫോർ ഗിവിങ് low priority for external interrupt 1. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? set for giving highest priority for external interrupt 1. ഒന്നെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാം, അതല്ലെങ്കിൽ സെറ്റ് ഫോർ ഗിവിംഗ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫോർ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 1. ഇവിടെയാണെങ്കിലോ PT0യും PT1ഉം. അപ്പൊ ഇതെന്താണ്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ PT0 ആണെന്നുണ്ടെങ്കിൽ clear for giving lowest priority for timer 0 overflow interrupt or giving highest priority for timer
സീറോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ പ്രയോറിറ്റി എല്ലാം ക്ലിയർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സാധനത്തിന് തന്നിരിക്കുന്ന ഏത് ഇൻട്രപ്റ്റ് ആണോ അതിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇതാണ് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇൻട്രപ്റ്റ് പ്രോഗ്രാമിംഗ് ഇൻ 8051? അപ്പം ടൈമർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ടൈമർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം മൈക്രോ കൺട്രോളറിനകത്ത് ടൈമർ 1 ഉണ്ട്, ടൈമർ 0 ഉണ്ട്. ഇത് രണ്ടും കൊണ്ട് ഒരു ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? TF0യും TF1ഉം ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ലെവലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് സെലക്ടിങ് T mode register for configuration and their modes of operation. Then രണ്ടാമത്തെ എന്താണ്? Enable IE register and corresponding timer bits in it. Third one എന്താണ്? Choose and load initial values of TLX and THX, അതായത് ടൈമർ ലോയും ടൈമർ ഹൈയും ആണ് ഉദ്ദേശിക്കുന്നത്, by using appropriate modes of operation. Next one എന്താണ്? Fourth step, set the timer run bit for starting the timer. Last one എന്താ? Write the subroutine for timer and clears the value of TRX at the end of the subroutine. അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ടൈമർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? ആദ്യം നമ്മളുടെ T മോഡ് രജിസ്റ്ററിനെ കോൺഫിഗർ ചെയ്യുക, അതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഇൻട്രപ്റ്റ് അല്ലേ, അപ്പോൾ IE രജിസ്റ്ററിനെ എനേബിൾ ചെയ്യണം. അതിനകത്തുള്ള ടൈമർ ബിറ്റ്സ്, നമ്മൾ ഏത് ടൈമർ T മോഡ് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടൈമർ ബിറ്റ്സിനെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ നമ്മളിപ്പം ഏത് ടൈമർ ആണെങ്കിലും, ഇപ്പം ടൈമർ 0 ആണെങ്കിലും ടൈമർ 1 ആണെങ്കിലും ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് TL0യും TH0യും ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ TL1ഉം TH1 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ടൈമർ ലോയും ടൈമർ ഹൈയും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ടൈമറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലോയും ഹൈയും ആണ് നമ്മൾ എടുക്കേണ്ടുന്നത്. അപ്പോൾ ചൂസ് ആൻഡ് ലോഡ് ദി ഇനിഷ്യൽ വാല്യൂസ് ഓഫ് TLX ആൻഡ് THX ബൈ യൂസിങ് ദിസ് അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടൈമറിനെ റൺ ചെയ്യിക്കണ്ടേ, അപ്പോൾ ടൈമർ റൺ ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ടൈമർ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു സബ് റൂട്ടീൻ കൊടുത്തിട്ട് ക്ലിയർസ് ഓൾ ദ വാല്യൂസ് ഓഫ് TRX അറ്റ് ദ എൻഡ് ഓഫ് ദിസ് സബ് റൂട്ടീൻ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് ടൈമർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ 5 സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിംഗ്. അത് പറയാൻ എളുപ്പമാണ്. ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? എനേബിൾ ദി ഇക്വലന്റ് bit of external interrupt in IE register. Then എന്ത് ചെയ്യണം? Write
subroutine to this interrupt or else enable the TCON register corresponding to this interrupt. ഇപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ IE രജിസ്റ്ററിനകത്തുള്ള നമ്മൾ ഏത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റിനെ എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റിനുള്ള സബ് റൂട്ടീൻ റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞു ടൈമർ മോഡിലല്ല ടി മോഡിലല്ല ടി കോൺ ആണ്. ടി മോഡ് അല്ല എന്നുണ്ടെങ്കിൽ ടൈമർ മോഡിലല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ കേസിൽ TCON രജിസ്റ്റർ ആണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടുന്നത് കറസ്പോണ്ടിങ് ടു ദിസ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്. ഈ രണ്ട് സ്റ്റെപ്പുകളേ ഉള്ളൂ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിങ്ങിന്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ interrupt programming. Serial communication interrupt programming. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്യുക, കോൺഫിഗർ IE രജിസ്റ്റർ ഫോർ enabling serial interrupt. Then configure EC409 register for performing transferring and receiving operation. Then the last one is write subroutine for given interrupt. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്ന 3 സ്റ്റെപ്പുകളെന്ന് പറഞ്ഞാൽ ആദ്യം IE രജിസ്റ്ററിനെ കോൺഫിഗർ ചെയ്യുക. എന്തിനാ? ഫോർ എനേബിളിംഗ് ദി സീരിയൽ ഇൻട്രപ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് IE എന്ന് പറയുന്ന രജിസ്റ്ററിൽ ES എന്ന് പറയുന്ന പിന്നാണ് അല്ലെങ്കിൽ സിഗ്നലാണ് എന്തിനെ എനേബിൾ ചെയ്യുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററായ EC409 രജിസ്റ്റർ എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്യണം ഫോർ പെർഫോമിംഗ് ട്രാൻസ്ഫറിങ് ആൻഡ് റിസീവിങ് ഓപ്പറേഷൻ. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഈ ഗിവൺ ഇൻട്രപ്റ്റിനായിട്ടുള്ള ഒരു സബ് റൂട്ടീൻ എഴുതുക, റൺ ചെയ്യുക. അപ്പം ഇത് 3 ആണ് നമ്മളുടെ സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഒന്ന് ടൈമർ സോഴ്സ് ഉണ്ട്, 2 എക്സ്റ്റേണൽ ഹാർഡ്വെയർ സോഴ്സ് ഉണ്ട്, 3 എന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് സോഴ്സ് ഉണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ സോഴ്സ് ഉണ്ട്. ഈ 3 സോഴ്സസ് വഴി ടോട്ടൽ 5 ഇൻട്രപ്റ്റ്സ് ആണ് നമുക്കുള്ളത്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ 2 എണ്ണം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ 1 എണ്ണം, ടൈമറിൻ്റെ 2 എണ്ണം. അങ്ങനെ 5 സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് 805 എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.